മാമിൻ്റെ ലൈഫിൽ മാം ആരെങ്കിലും ഫാഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിൽ മാം ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, അതോ സെൽഫ് ഡിസൈനിങ് ആണോ? ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ചില ഡിസൈൻസ് എനിക്ക് സ്പെഷ്യലായിട്ട് വേണമെന്ന് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ പോയി കളക്ട് ചെയ്ത് അങ്ങനെ തന്നെ എടുക്കാറുണ്ട് ചില പ്രോഗ്രാമിനും കാര്യങ്ങൾക്കും. അത് നമ്മളുടെ ഫ്രണ്ട്സ് ഫങ്ഷൻസ് അങ്ങനത്തെ കാര്യത്തിനായിരിക്കും. ബാക്കി എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരുടെയും കാണുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഫിലിമിൽ എല്ലാ തരത്തിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലും യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ജ്യോതികയുടെയൊക്കെ ഒരു സ്റ്റൈല്, മഞ്ജു വാര്യരുടെയൊക്കെ, അവരെല്ലാ തരത്തിലും, അവരിപ്പോൾ ജീൻസ് ആണെങ്കിലോ ഒരു ചുരിദാർ, അതിൽ പല മോഡൽസിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത് മുമ്പുണ്ടായിരുന്നല്ല, ഇപ്പോഴത്തെ ഒരു രണ്ടാമത്തെ വരവിൽ അവർ വന്ന ഒരു മാറ്റം ഭയങ്കര നല്ല മാറ്റമായിരുന്നു. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുക, ഇതൊരു ഫോളോ ചെയ്യുക എന്നുള്ളതല്ല, ആ ഒരു കോൺഫിഡൻസ് ലെവൽ കാണുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം അതാണ് എനിക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കാര്യം. കാരണം അവരെടുക്കുന്ന സ്റ്റൈല്, എങ്ങനെയാണ് അവർ വെയർ ചെയ്യുന്നത്, അതല്ല, അത് ഏത് തരം ഡ്രസ്സാണെങ്കിലും അതെല്ലാ ടൈപ്പും അവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ അവരുടെയൊക്കെ തിരിച്ചുവരവിൽ കണ്ടുന്ന അവരെല്ലാ ടൈപ്പും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് നോക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്ക് എൻ്റെ മൂഡ് അനുസരിച്ചിട്ടുള്ള ചില സാധനങ്ങൾ ചില സമയത്ത് എടുക്കാറുണ്ട്. അതനുസരിച്ചായിരിക്കും ചില സമയത്ത് ഷോപ്പിംഗ്. എനിക്ക് തോന്നുന്നു ഈ ഷോപ്പിംഗ് ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യം. എല്ലാവർക്കും ഈ ഒരു PMS, പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം ഉണ്ടാകുന്ന സമയത്ത്, പീരിയഡ്സ് മുമ്പുള്ള സമയത്ത് ഒരു ഷോപ്പിംഗ് വേണിയ ആളുകൾക്ക് ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ തോന്നും. അപ്പോൾ ആൾക്കാർ ചെയ്യുന്ന കാർട്ടിൽ കൊണ്ടുപോയിട്ടെല്ലാം ഇട്ട് വെച്ച് പിന്നീട് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെയാണോ നമ്മൾ സെലക്ട് ചെയ്തത് എന്നൊരു തോന്നൽ വരും നമുക്ക്. അയ്യോ ഇതൊക്കെ നമ്മളെന്തിനാണ് എടുത്ത് വെച്ചത്. അപ്പോൾ നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതിന് വാങ്ങാണ്ട് നമുക്ക് വേണമെങ്കിൽ, ശരിക്കും എനിക്ക് ഓൺലൈനിൽ ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കാർട്ടിൽ കൊണ്ടുവയ്ക്കാം. അല്ല, ഈ PMS എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കുള്ള കാര്യം തന്നെയാണ്. ആണ്, പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് പീരിയഡ്സിന് ഒരു 10 ദിവസം മുമ്പ് തൊട്ടിട്ട് തന്നെ വരും. ഈ സമയങ്ങളിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴും സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ മൂഡ് മാറ്റമുണ്ട്, സൈക്കോളജി, അതാണ് മാറ്റം വരുന്നത്. നമ്മളുടെ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ചിട്ട് ഈ സമയത്ത് എടുക്കുന്ന സാധനം നമുക്ക് അടുത്ത സമയത്ത് ഓക്കെ ആവണമെന്നില്ല. നമ്മളൊരു ഓക്കെ ആയ സമയത്ത് പോകുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത്, നമുക്ക് എടുക്കാൻ പറ്റും. കാരണം നമുക്കൊരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ നമ്മൾ എടുക്കും. മാമിന് അങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ അല്ല, ഞാൻ അതിനെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ട് എനിക്ക് ഏറ്റവും ഗുണം തോന്നിയിരിക്കണം, ഞാനിങ്ങനെ കൊണ്ടുപോയി കാർട്ടിൽ കൊണ്ടുവയ്ക്കും, അവിടെ കൊണ്ടുവച്ചിരിക്കും. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൽ കുറേ എണ്ണം എനിക്ക് കളയാനായിരിക്കും, ഒന്നും വേണ്ടി വരില്ല. ചിലപ്പോൾ നോക്കുമ്പോൾ ഇതെനിക്കില്ലേ, കാരണം എൻ്റെ ആ ഒരു അനലൈസ് ചെയ്ത് ചിന്തിക്കാനുള്ളൊരു കഴിവ് അവിടെ വരും. പിന്നെ വരുമ്പോൾ ഇത് എനിക്കുള്ള ഒരു മോഡലല്ലേ, ഇതിന് വേറെ എന്തിനാണ് കൊണ്ടുവരുന്നത്, ഇതിലിപ്പോൾ എത്ര പ്രത്യേകതയുണ്ടോ, അങ്ങനെയല്ലേ തോന്നുക, അത് വേണോ, എനിക്കിത് വേണ്ടല്ലോ. അപ്പോൾ എന്നാൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിലേക്ക് മാത്രം എത്താം. അല്ലാത്തൊരു സമയത്ത് നമ്മൾ ഷോപ്പിൽ കയറിപ്പോയി നമ്മൾ വാങ്ങിച്ചാൽ പോലും നമ്മൾ ഇട്ടിട്ട് നോക്കുമ്പോൾ പോലും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. നമുക്ക് ഈ പറഞ്ഞ മാതിരി ഓരോ സമയത്ത് ഏജിലുണ്ടാകുന്ന ഡിഫറൻസും നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാവും. അതനുസരിച്ചിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ പിന്നത്തെ പ്രാവശ്യം ഇടുമ്പോൾ ആ ഫിറ്റ് കറക്റ്റ് ആവണമെന്നില്ല, ഓക്കെ ആവണമെന്നില്ല. ഇതൊക്കെ ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ്സിങ്ങിൽ നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ളത് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡും കൂടി ഒന്ന് ഓക്കെയാണ്. പിന്നെ നമുക്കൊരു ടെൻഷൻ വരുമ്പോഴും സ്ട്രെസ് വരുമ്പോഴും ചോക്ലേറ്റ് കഴിക്കണ മാതിരിയാണ് ആൾക്കാർ ഷോപ്പിങ്ങിന് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തും എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ ഒപ്പം നല്ലൊരു സുഹൃത്തുണ്ടാവുന്നത് നല്ലതാണ്. നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ പറയുന്നത് നമുക്ക് എങ്ങനെയാണ് പ്രശ്നം, ഇങ്ങനെ വാങ്ങണം എന്നില്ല, പക്ഷേ എനിക്ക് ഷോപ്പിംഗ് എൻ്റെ ഇപ്പോൾ ഒരു തോന്നലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അത് എടുത്തിടും, നിറച്ചിങ്ങനെ എടുത്തിടുന്ന സമയത്ത് അടുത്ത ആൾക്കാർ പറയണം, ഇത് നിനക്കുള്ള കളറല്ലേ, ഇത് നിനക്കുള്ളതല്ലേ, ഇത് വേണോ, ഇന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ഇങ്ങനെ ചെയ്യുന്നതിലായിരിക്കും അവർക്കൊരു സന്തോഷം കണ്ടെത്തുക. പല രീതിയിലാണ് ആൾക്കാർ സന്തോഷം കണ്ടെത്തുന്നത്, അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഓൺലൈനിൽ ഈ കാർട്ടിൽ കൊണ്ടിടുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ കൊണ്ടുപോയി അവിടെ ഇരുന്നോട്ടെ, വാങ്ങണത് 2-3 ദിവസം കഴിഞ്ഞിട്ട് മതി. അപ്പം തന്നെ വാങ്ങിച്ച ചില സാധനങ്ങളാണെങ്കിൽ ചില സമയത്ത് അത് ഓക്കെ ആവണമെന്നില്ല, യൂസ്ഫുൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമിൽ നമ്മളൊരു കംഫർട്ടായിട്ട് ഈ ധൃതിയൊന്നുമില്ലാതെ പോയിട്ട് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. ഈ ബോഡി ഷേമിങ് നമുക്ക് കടകളിലും കാണാം. ഈ കളർ കുട്ടിക്ക് ചേരുമോ, അത് ഭയങ്കര കഷ്ടമാണ്. ഈ കളർ കുട്ടിക്ക് ചേരുമോ, ഇത് അത്ര ചേരും തോന്നില്ല. അതുമാതിരി ഡ്രസ്സൊക്കെ എടുക്കണ സമയത്ത് തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇന്ന സൈസ് മതി. അയ്യോ അത് പകാവൊന്നും തോന്നുന്നില്ല കേട്ടോ, ഇതാവും. അപ്പോൾ അവർ
ഉറക്കെ ആൾക്കാരെ മുമ്പേ അവർ പറയുന്ന സാധനം മറ്റൊരാളെ എഫക്റ്റ് ചെയ്യണോ? ഇല്ലെങ്കിൽ വേണ്ട, അവർ ഇട്ടൊരു പാകല്ലെങ്കിൽ അവർ നോക്കിക്കോട്ടെ, അവരെടുക്കുമല്ലോ. ഈ വന്ന ആൾക്കൊരു ബോധം ഉണ്ടാവുമല്ലോ, അതില്ല. അപ്പം നമ്മുടെ ആളുകളിൽ കുറച്ചും കൂടിയും നമ്മൾ പറയുന്നത് ഒരു ഷോപ്പിലാണെങ്കിലും ഒരു ബോട്ടിക്കാണെങ്കിലും എല്ലായിടത്തും നിൽക്കുന്ന ആളുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന രീതി കുറച്ചും കൂടി പഠിച്ചെടുക്കേണ്ടതുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അപ്പോൾ ലോട്ട് ഓഫ് നമ്മുടെ കുറേ ഐഡിയാസ് എടുക്കുന്നതിൻ്റെ ഒപ്പം ആ ആൾക്കാരെ നമ്മുടെ ഉള്ളിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും നമുക്ക് പറ്റണം. അവരോട് അതിനെന്താ, ചില ഷോപ്പിലും അപ്പോൾ അയ്യോ എനിക്കിത് പാകാവോ, എനിക്കിത് ഓക്കെ ആവോ, അതിനെന്താ അതൊന്ന് ഇട്ട് നോക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇടാലോ. അപ്പോൾ അവിടെ എന്താ നമുക്ക് വാവ്, നമുക്കവിടെ ഒരു നമ്മളെ അവരെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഫീലാണ്. അതെടുക്കണ്ട കേട്ടോ, അത് പാകാവില്ല, അത് നിങ്ങൾക്ക് ചേരില്ല, ഇതൊന്നും ചേരില്ല, ഇതൊക്കെ ഇന്ന ആൾക്കാരെ ഉപയോഗിക്കുന്നത്, ഇന്നതാണ്. അതെന്തിനാണ് വേറെ ആൾ പറയുന്നത്? അപ്പോൾ ഇവിടെ ആവശ്യമില്ലാതെ ഇൻ്റർഫിയർ ചെയ്ത് മറ്റൊരാളുടെ ഇതിലേക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു ഫാഷൻ്റെ ഇതിലേക്ക് കയറി വരുന്നവരും ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന ഇൻഡസ്ട്രിയിലെ ആൾക്കാരും പഠിച്ചിരിക്കുന്നത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാവും. കുറച്ചും കൂടി ഒരാളുടെ ഹേർട്ട് ചെയ്യാണ്ട് ആളുകളിലേക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പക്ഷെ അത് ഒരാളെ തന്നെ നമ്മൾ പിൻ പോയിൻ്റ് ചെയ്ത് കുത്തുന്ന മാതിരിയോ അല്ലെങ്കിൽ ഇത് ഓക്കെ അല്ല എന്ന് പറയാം, അത് പറ്റില്ല. ഓരോ വ്യക്തികളുടെ കണ്ണുകളിലും ഓരോരുത്തരുടെ സൗന്ദര്യം വേറെയാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളുടെ കണ്ണുകളിൽ നമ്മളെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം തന്നെയാണ് നിലനിൽക്കുന്നത്. ബാക്കി എന്തോ ഉറപ്പില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും അവനവൻ്റെ കാര്യത്തിലേക്ക് കുറച്ചും കൂടി നമ്മൾ പറയില്ലേ ഫോക്കസ് ചെയ്തുകൊണ്ട്. മാമിൻ്റെ പ്രൊഫൈലിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് പാഷൻ ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് കാര്യങ്ങളെല്ലാം. എന്തെങ്കിലും ഫ്യൂച്ചർ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ? ആക്ച്വലി ഇപ്പോൾ 2-3-4 ഷോർട്ട് ഫിലിംസാണ് ചെയ്തത്. അപ്പോൾ അതിൽ ബെസ്റ്റ് ഡയറക്ടർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുവിധം കോമ്പറ്റീഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഒരു സോഷ്യൽ അവയർനെസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഞാൻ PhD ചെയ്യുന്ന മെനോപോസിൻ്റെ ടോപ്പിക് ഉണ്ട്, അതിൽ തന്നെ എടുത്തിട്ടുള്ള മ്യൂസിക്കൽ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അത് ഒരുപാട് ആളുകളിലേക്ക് കിട്ടിയ റിസൾട്ടാണ്. ഇപ്പോൾ ഓരോരുത്തർ വന്ന് ചോദിക്കും ചെയ്യുന്നില്ലേ. ഇപ്പോൾ ഒരെണ്ണം പുതിയതൊരെണ്ണം ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്, ചെറിയൊരു എൻ്റെ തന്നെ സ്റ്റോറി ഡയറക്ഷനാണ് ഉണ്ടാവുക. പിന്നെ 1-2 ഞാൻ ആക്ട് ചെയ്തതുണ്ട്, പക്ഷെ അതല്ല എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഫിലിമും ഇതേമാതിരി തന്നെയാണ്. അങ്ങനത്തെ ഒരു ആക്ട് ചെയ്യുന്ന അത്രയും ഓക്കെ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചെയ്യണോ എന്നുള്ള ഒരിത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തന്നെ എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ കുറേ കാര്യങ്ങളുണ്ടാകുമ്പോൾ അവർ ചെയ്യുന്നത് കാണുമ്പോഴാണ് സമാധാനം. വേറെ ആൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പോയി ചെയ്താൽ മതിയല്ലോ ആക്ടിങ്. നമ്മുടേതായിട്ടുള്ളില്ലെങ്കിൽ നമുക്ക് ആക്ടിങ് ചെയ്യുമ്പോൾ ഇത് ഏറ്റവും പെർഫെക്റ്റ് ആവണം, ഇതിങ്ങനെയാവണം, ഈ ഫ്രെയിം ഇങ്ങനെ, അങ്ങനെ കുറേ ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ ഒന്ന് ചെയ്തു. അപ്പോൾ ഇനി ഫിലിമിൻ്റെ അങ്ങനെ സ്ക്രിപ്റ്റ് സാധനങ്ങളാകുമ്പോൾ അത് നോക്കി ഇതായിട്ട് വേണം. കാരണം ഒരുപാട് അനുഭവങ്ങളും കഥകളും നമ്മൾ കുറേ കാലമായിട്ട് ഇതിലുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഡയറക്ഷൻ പഠിച്ചിട്ടുണ്ടോ അതോ? ഇല്ല, പഠിച്ചതല്ല. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കണം, കുറേ ആളുകളിൽ നിന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ പോയി നിൽക്കാനോ അവരിലേക്ക് പോകാനോ ഉള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സൈഡ് അങ്ങനെ ഓരോന്നിലും ആക്ട് ചെയ്യാനാണെങ്കിലും വിളിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓക്കെയാണ്, കംഫർട്ട് ആവണേലാണ് ഞാൻ പോയത്. പിന്നെ ഞാനിങ്ങനെ കുറേ പഠിക്കണ ആളാണ്, കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാനിരുന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് ഇനി ഇതും കൂടി ഒന്ന് പോയി പഠിച്ചാലോ എന്ന് പറയും. ഇതിന് മുമ്പാണെങ്കിലും ഇല്ല, സൈക്കോളജി ആണെങ്കിലും ഇപ്പോൾ MSW ആണെങ്കിലും ഫിലോസഫി, LLB ഇതെല്ലാം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ PhD എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിനി അടുത്തത് പറഞ്ഞു എനിക്കിനി സോഷ്യോളജിയുടെ ഇൻട്രസ്റ്റ്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഫിലിം അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരെണ്ണം ഒന്ന് സെറ്റ് ചെയ്താവണം. അപ്പോൾ PhD ചെയ്യുമ്പോൾ അതൊന്ന് ഓക്കെ ആവണം. അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ആണെങ്കിലും കുറച്ചെങ്കിലും ചെയ്യുമ്പോൾ കുറച്ചും കൂടി അറിവ്. പിന്നെ നമ്മൾ കാണാം. പിന്നെ നമ്മുടെയൊക്കെ ഉള്ളിലൊരു സിനിമയുണ്ട്, നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു ഫ്രെയിമുകളുണ്ട്. ആ ഫ്രെയിമിൽ കൂടെ നമ്മൾ പറയണ ഒരാളുടെ കഴിവാണ് അത് എത്തിക്കുക എന്നുള്ളത്. അത് ലക്ക് മാതിരിയാണ് വരുന്നത്. പിന്നെ എല്ലാ ലക്കെന്ന് പറയുന്നത് നമ്മൾ ശ്രമിക്കാം, ബാക്കിയൊക്കെ വരുന്ന മാതിരി. അപ്പോൾ എൻ്റേതായ ഒരു രീതിയിൽ ഷോർട്ട് ഫിലിംസ് ആദ്യം ചെയ്തു. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ കൊണ്ട് നെക്സ്റ്റ് കുറച്ചും കൂടി ആവുക. വരുന്ന ആളുകളുടെ അറിവുകളും കൂടി ഞാൻ എടുക്കുകയാണ്. ഞാനതാണ് എടുക്കുന്നത്. എൻ്റെ ഒപ്പം വരുന്ന ആളുകളെ അവർ പറഞ്ഞു തരുന്ന അറിവുകളും കൂടി എനിക്ക് എടുക്കുകയാണ്. അല്ലാതെ എനിക്കെല്ലാം അറിയുന്നതല്ല. എൻ്റെ മുമ്പിലുള്ള ആളുകളും അത്രയും വിവരം അറിവുള്ളതാണ്. ഈവൻ എൻ്റെ കൗൺസിലിംഗ് ആണെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ മുമ്പിലുള്ള എല്ലാവർക്കും അവരുടേതായ അറിവുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ നമ്മൾ ഓക്കെ ആയാൽ മതി. നമ്മളാണ് ഒരു സുപ്പീരിയർ ലെവൽ, അതില്ല.
അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഐഡിയാസും അവരുടെ ഐഡിയാസും കൂടി ചേരുമ്പോൾ പുതിയൊരിത് വരികയാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കുറച്ച് അങ്ങനെ പോണു. ഇതിനോടൊപ്പം ചോദിക്കാത്തൊരു കാര്യമുണ്ട്, വാട്ട് അബൌട്ട് യുവർ ഫാമിലി? മാമിന് ഈ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പോലുള്ള കാര്യങ്ങളിൽ ആൻഡ് ആസ് എ ലോയർ, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ഫാമിലി തന്നെ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും അതുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലി, എനിക്ക് 2 ആൺകുട്ടികളാണ്. അവരും ഹസ്ബൻഡുമാണ് എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഷിപ്പിൽ ക്യാപ്റ്റനായിരുന്നു. ആൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഞാനാണ് കുട്ടികളുടെ കാര്യം. ഇപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ എങ്ങോട്ട് പോകണമെങ്കിലും ഇവൻ മുൻപേ ഞാൻ പോകുമായിരുന്നു എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എൻ്റെ കൂടെ ആളുണ്ടെങ്കിൽ ആൾ വരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഇതാണ്. അല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോവാം. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറേ സമയത്ത്. അപ്പോൾ അതിൽ ഇവർ തരുന്ന സപ്പോർട്ട്, എനിക്ക് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സ്പേസ് അമ്മ ഉണ്ട്, അമ്മ അത് ചെയ്യണം. അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ എനിക്ക് തോന്നാറുള്ളൂ, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരാൻ അവരെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നും ഒരു മിഡ് ലൈഫ് ക്രൈസിസിലേക്ക് കയറിയൊരു ഏജിലായതുകൊണ്ട്. അപ്പോൾ അവർ പറയും, ഞാൻ ചോദിക്കും, അയ്യോ ഇപ്പം ഞാനൊന്നും ഇല്ലെങ്കിലും അമ്മയല്ലേ പഠിപ്പിച്ചെന്ന് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ, യു ഷുഡ് ബി പ്രൗഡ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ, എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മയുടെ പാഷനെ നോക്ക്, അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്ക്, പഠിക്കാൻ പോവാം. ഇപ്പം എന്നോട് പറയും, ഇത്രയും പഠിച്ചത് കൂടാതെ ചെറിയ ആളെ എപ്പോഴും പഠിക്കണതാണ് കാണുന്നത്. ഞാനൊരു കോഴ്സ് നിർത്തിന് മതി, നിർത്താമെന്ന് പറയുമ്പോൾ പഠിക്കണില്ലേ, പുതിയതെന്താ പഠിക്കാത്ത, അമ്മ സ്കൂളിൽ പോകും, പഠിക്കാൻ പോകും പറയും. ചെറുതാകുമ്പോൾ തൊട്ടിട്ട് അങ്ങനെ പറയും. ഇപ്പം എന്നോട് പറയും, അമ്മ പുറമേ പോയിട്ട് പഠിക്കുക, കുറച്ചും കൂടി അമ്മയ്ക്ക് ഇതാവാം. അപ്പോഴും നമ്മളുടെ കുറേ വളർന്നു വന്ന സാഹചര്യങ്ങളുണ്ട്, കുറച്ച് ബ്രേക്കും, ഫാമിലി, ഇത് സറൗണ്ടിങ്സ്, കുറേ കാര്യങ്ങൾ നോക്കണ്ടേ. സോ ബട്ട്സ് ദ ട്രൂത്ത്. നമ്മൾ ഒരു ദിവസം പോവും, നമ്മൾ പോയാൽ പോയി. പക്ഷെ നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ അത് മാത്രമാണ് ബാക്കിയാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ചെയ്യുക. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ശരിയാവില്ല. ഇറ്റ്സ് ഓക്കെ, ചെയ്തോന്നുണ്ടല്ലോ, ചെയ്തിട്ടില്ലെന്ന് മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് നന്നാക്കി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞത്.